ഹായ് ചങ്ങന്മാരെ, ഞാനൊരു മിനിയേച്ചർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ചങ്ങന്മാരെ, അതേപോലത്തെ മിനി ഹോമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇനി മിനി ഹോമിൻ്റെ ഉണ്ടാക്കാനുള്ള ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ നമ്മളതാ ടാപ്പ്, പിന്നെ അതാ ഉള്ളി, ചെറിയ സ്പിരിറ്റ് ലെവല്, പിന്നെ ഉണ്ടല്ലോ കുഞ്ഞൊരു ചട്ടി. ഇതൊക്കെ ഉണ്ടാക്കിയതാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പ്രഭാട്ടം ഉണ്ടാക്കിയതാണ്, കൊല്ലപ്പണിയാണ്. നമ്മളെ കമ്പി കിട്ടേണ്ട ഒരു ടൂളാണ്. പിന്നെ ഒരു കുഞ്ഞതാ കത്തി, പിന്നെ മേടിനൊരു ചട്ടകം, പിന്നെ അതാ നമ്മൾ ആണി വറക്കണ പാര പൊളിക്കാനും ഉപയോഗിക്കാം. പിന്നെ അതാ ഇതുണ്ടല്ലോ ലിവറ്, വളരെ ചെറിയ ലിവറ്, നമ്മളെ ചുറ്റി, വളരെ കുഞ്ഞു ചുറ്റി. പിന്നെ ഇത് നമ്മളത് കൈക്കോട്ടാണ് കേട്ടോ. പിന്നെ വലിയൊരു ചട്ടകം, പിന്നെ വളരെ ചെറിയൊരു കുഞ്ഞു അട്ടം കൂടി. അപ്പോൾ നമുക്ക് ഇനി നേരെ പണിയിലേക്ക് തുടങ്ങാം. ഗൈസ്, ഇതാണ് നമ്മുടെ മിനി ഹോമിൻ്റെ സ്ഥലം. ഇത് നിങ്ങൾ എന്തായാലും പാതകമായിട്ട് സങ്കല്പിക്കുക. ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഒരു 3 വരെ നമുക്ക് പടുയാൻ കഴിയണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പാതകമായിട്ട് സങ്കല്പിക്കുക. ഞാൻ പാതകത്തിന് മുകളിൽ പ്രിൻറ്റീമാണ് അടിക്കാൻ പോകുന്നത് ഫസ്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഉണ്ടാവുക, ബെൽറ്റിനും കാട്ടി അടിപൊളി സ്ട്രോങ് ഉണ്ടാവുക. ഇവിടെ ഈ പാടത്തെ സ്ഥലത്തൊക്കെ ഈ പ്രിൻറ്റീം അടിക്കുമ്പോൾ അടിപൊളിയായിട്ട് താങ്ങി വെക്കും, ഇടിഞ്ഞൊന്നും പോവില്ല. അതിനാണ് ഈ പ്രിൻറ്റീം ഉപകാരപ്പെടുന്നത്. അപ്പം നമ്മളിതാ പ്രിൻറ്റീമിൻ്റെ ഉള്ളൊക്കെ അടിച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. പകുതി പണിയായിട്ടുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് നമ്മൾ അടിച്ച് തീർക്കാനാണ്. ചെറിയ വെച്ചുകൊണ്ടേ പണിയെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മളെ പ്രിൻറ്റിമിൻ്റെ പലകടി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. ഒരു റൂം ഇതാ, ആ റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂമാണത്. പിന്നെ ഇതൊരു വലിയൊരു ഹാളുണ്ട് ഇവിടെ. പിന്നെ ഇത് വേറെ ഒരു വലിയ റൂം, ആ റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂമാണിത്. പിന്നെ എന്താണ് നമ്മളെ കിച്ചണ്. ഇതൊരു വലിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ടാവും. ഇതിൻ്റെ റിങ് ഓടിക്കാൻ പോവാണ്, ഞാൻ കാണിച്ചു തരാം. റിങ് ഓടിക്കാൻ പെട്ടെന്ന് അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പണി കഴിയുമാവില്ല. എനിക്ക് പണിക്ക് പോകണമായിരിക്കും അത്ര മനസ്സിലാവും. ഒടിച്ചാണ് രാത്രി രാവിലെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒടിച്ചാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ കവർ ചെയ്യുന്നുണ്ട്. ഇതല്ലേ കറക്റ്റ്. ഇതിൻ്റെ ഭീമത കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടല്ലേ സിമ്പിളായിട്ട് അങ്ങനെ ഒരു കെട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇതിൽ കെട്ട് ഇതാ കാണിച്ചു തരാം. ഞാൻ ചുറ്റിട്ടാണ് കെട്ടേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ഓൾറെഡി ഞാൻ കിട്ടിയത് അടിപൊളിയായിട്ട് സ്ട്രോങ് ഒക്കെ ഉണ്ട്. നമ്മൾ വലിയ ബീമാണെങ്കിൽ അതിൻ്റെ കമ്പി വെച്ചാൽ ഈ കമ്പിയില്ലേ ഇത് ഒന്നെങ്കിൽ 12 ആയിരിക്കും 16 കൊടുക്കുന്നത്. ഞാൻ 16 കൊടുക്കുന്നത്. 16 കൊടുത്താൽ അടിപൊളി സ്ട്രോങ് ഉണ്ട്. ഇതുണ്ടല്ലോ ഫില്ലറിൻ്റെ കമ്പിയാണ്. എനിക്കൊരു ഫില്ലർ ഇവിടെ കൊടുക്കാണ്ട്, അതിൻ്റെ ആവശ്യത്തിന് ഒടിച്ച കമ്പിയാണ്. അപ്പോൾ വലിയ വീടിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ 8 ഇഞ്ചിൻ്റെ കല്ലാണെങ്കിൽ 6 സ്ക്വയറിൽ ഒടിക്കുക. ഈ നീളത്ത് പോയ കമ്പില്ലേ, ഇത് 12 mm ആണ് കൊടുക്കേണ്ടത്. 4 കൊടുത്താൽ മതി. ഇത് ഇവിടെയാണ് വെക്കാനുള്ളത്. ഇതെല്ലാം ഒടിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കി നമ്മൾ ഫില്ലറിൻ്റെ കമ്പി ഒടിക്കണം കേട്ടോ.
എല്ലൊടിച്ചെടുക്കണം. ഫില്ലറിൻ്റെ കമ്പി എല്ലൊടിക്കാൻ. രണ്ട് ലിവറിൻ്റെ സുഖമായിട്ട് ഒടിക്കഴിഞ്ഞ് ഒന്നുകൊണ്ട് ഞാനും കുഴപ്പമില്ല, നമുക്ക് ഒടിക്കാം. നമ്മൾ ഈ കമ്പി അങ്ങനെ കോർത്തിട്ടാണ് ഇടേണ്ടത്. ഈ റിങ്ങില്ലേ ഈ മുകളിൽ ഇങ്ങനെ വരണം, അടിയിലല്ല വരേണ്ട, മുകളിൽ ഉണ്ടല്ല, എന്നാലാണ് ലോഡ് എടുക്കുക. നല്ല കോർത്ത് കൊടുക്കുക. അങ്ങനെ സെറ്റപ്പ്. ഇനി നമുക്ക് വലിയ അടിക്കണം, കോൺക്രീറ്റ് ചെയ്യണം. വലിയ അടിച്ചത് പ്രിൻറ്റിങ്ങിൻ്റെ വലിയ അടിക്കട്ടോ. ടോപ്പ് വലിയ അടിക്കണം. ഇത് അടിക്കേണ്ട ഉപകാരം വെച്ചാൽ ഇത് മറിഞ്ഞു കൊണ്ടിരിക്കാനാണ്. ഇത് കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിയത്തെ അളവ് തന്നെ മുകളിലും കിട്ടും. ആ ഉപകാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വലിയ അടിക്കുന്നത്. ഈ പ്രിൻറ്റിങ്ങിൻ്റെ ഹൈറ്റ് പറയുമ്പോൾ 35, 40, 45 അടിക്കുക. അതിന് കൂടുതൽ അടിക്കുക. പക്ഷേ ആ വീടിൻ്റെ സ്റ്റോങ്ങിനനുസരിച്ച് മതി. നമ്മളെ മുകളോട്ട് 2 നില എടുക്കണ്ടോ 3 നില എടുക്കണ്ടോ അതിനനുസരിച്ചിട്ട് മതി. അപ്പോൾ താഴത്തെ ചെറിയ വീട് ഇതേപോലെ 600 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 40 മതി പ്രിൻറ്റിങ്ങിൻ്റെ ഹൈറ്റ്. നമ്മൾ ഫില്ലറിൻ്റെ അതാ വലിച്ചിട്ട് അതിൻ്റെ അളവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണം അടിച്ചാൽ ലോക്കായി നിന്നോളൂ. അപ്പോൾ ഇളകൂല. ഇല്ല, അപ്പോൾ ഇളകൂല. നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഇടുമ്പോൾ ഇളകാണ്ടിരിക്കാനാണ് അടിച്ച് സെറ്റാക്കുന്നത്. നമ്മളത് കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ നേരം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകണം. അതിന് മിസ്സിങ് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു കൊട്ടം ദമ്മിൽ ഫുള്ള് പോയിടാം. അതുപോലെ ഒരു ചട്ടി സിമെൻറ്റ് ഫുള്ളായിട്ട് ദമ്മിൽ ഇട്ടിട്ട് ഇടാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. 2 മറ ഇറക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മറ കഴിഞ്ഞ് രണ്ടാമത്തെ മറ പച്ചത്തെ മറിച്ചിടാം. ഇതങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ട് പരത്തി കൊടുത്തിട്ട് 2 കൊട്ട മെറ്റൽ അങ്ങോട്ട് ഇടാം. ഇങ്ങനെ പരത്തി കൊടുക്കാം. അല്ലേ, എന്നിട്ട് കുറച്ച് വെള്ളം കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മൾ മിസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് വെള്ളയ്ക്ക് നമ്മൾ സംഭവം കോൺക്രീറ്റ് സെറ്റ് ആയിക്കാണ്. നമ്മൾ പ്രിൻറ്റിങ്ങിലേക്ക് ഇടാൻ പോവുക. പക്ഷേ ഇടുന്ന പിന്നെ ഫസ്റ്റ് നമ്മളിതാ വെള്ളം കൊടയണം മെയിനായിട്ട്. നമ്മളിതാ ഫസ്റ്റ് കോൺക്രീറ്റ് ഇടാൻ പോകണം. ഫസ്റ്റ് ചട്ടി നമ്മളിപ്പോൾ കോൺക്രീറ്റ് എപ്പോഴും കന്നിമൂലയിലാണ് ഞാൻ ഇടല്. എന്ത് പണിയായാലും പടവാനും ശരി കന്നിമൂലയിൽ നമ്മൾ 3 വട്ടം ഇടാം. എന്ത് പണിയും തുടങ്ങുമ്പോൾ നമ്മൾ കന്നിമൂലയാണ് തുടങ്ങുക. അതാ കവറിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. കവറിങ് കാണാത്ത ആൾക്കാരുത് അങ്ങനെ വെക്കുക. 4 ഭാഗത്തും അടിയിലും മുകളിലും വരെ കവറിങ് വെക്കാം. അങ്ങനെ നല്ല കുത്തി കൊടുക്കാം. അങ്ങനെ ലെവലാണ്. ഇതുണ്ട് ഈ പലകൻ്റെ ഐറ്റിലാണ് ലെവൽ ചെയ്യണത്. അത് ഞാൻ ലെവൽ ചെയ്താണ് വാട്ടർ ലെവൽ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലെവൽ ചെയ്ത് തരും, ഒന്നും അറിയണ്ട. അങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ ഇറങ്ങണം. കോൺക്രീറ്റൊക്കെ വൈബ്രേറ്റ് വിട്ടാൽ അവിടെ ഇറങ്ങി പോകണം. എന്നാലാണ് അടിപൊളി സെറ്റാവും. അതൊക്കെ അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കണ്. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്തിരുന്നത് ഈ പലകിൻ്റെ സൈഡൊക്കെ നമ്മൾ ഊരാൻ പോവാണ്.
സൈഡൊക്കെ കുഴപ്പമില്ല. ഇതാണ് അപ്പോൾ നമ്മളെ തറ. നമുക്കിത് എന്തായാലും നനച്ചു കൊടുക്കാം. 7 ദിവസം നനയ്ക്കണം. 10,000 കുഴപ്പമില്ല, മിനിമം ഒരു 7 ദിവസം നനയ്ക്കണം. ഒരു നേരം ഒന്ന് നനച്ചാൽ പോരാ, ഒരു 3 4 നിങ്ങളുകൊണ്ട് എത്ര നേരം നനയ്ക്കാൻ പറ്റുക നനയ്ക്കുക. ഇത് കണ്ടില്ല, അതൊക്കെ ഞാൻ കുറച്ച് വൃത്തിയാക്കണം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് വേണം അടുത്ത സൺസൈഡിനൊക്കെ ഉപകാരപ്പെടും. ഇത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല പണിയാനുണ്ട് മക്കളെ. പിന്നെ നമ്മൾ ഒരാഴ്ച നല്ല അടിപൊളിയിട്ട് നനച്ച് നമ്മൾ തറയൊക്കെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് മണ്ണിറക്കാൻ പോകുന്നത് തറയിൽ. അതിൻ്റെ വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പടമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ തറയിലൊക്കെ മണ്ണിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം അടിച്ച് നിറയ്ക്കണം. മണ്ണിങ്ങനെ ഇറങ്ങണം എന്ന് വെച്ചാൽ പരിപാടി നല്ല അടിപൊളി സെറ്റപ്പാക്കി. വലിയ വീട്ടിലൊക്കെ ശരിക്കും അടിപൊളി മോട്ടർ, നല്ല പവറുള്ള മോട്ടർ വെച്ചിട്ട് ഒരു 7 ദിവസം വേറെ കുത്തി ഇറക്കം ചെയ്യേണ്ട നല്ല പവറിൽ. ഞാൻ പിന്നെ ഇതിൽ വെച്ച് മോട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഞാനും കുത്തി ഇറക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പടവിൻ്റെ കട്ട. കട്ട ഞാൻ കാണിച്ചു തരാം. ഇതാണ് കട്ട. നമ്മുടെ അളവിൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കിയ കട്ടയാണ്. കട്ട ഞാൻ കാണിച്ചു തരാം. ഈ കട്ട എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കട്ടൻ്റെ അച്ചാണിത്. കട്ട അച്ഛന്ന് കാണിച്ചു കൊടുക്കും അല്ലേ? ഇതൊക്കെ ഒരളവിനുള്ള അച്ചാണ് കട്ട. കട്ട തന്നെയാണ് സെയിം. ഇത് പൂയി സിമെൻറ്റ് മാത്രം ഉണ്ടാക്കിയതാണ്, വേറെ ഒന്നും മിക്സ് ചെയ്തില്ല ഇതിൽ. ഈ കട്ട കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെ സ്ട്രോങ് ആക്കിയതെന്ന്. ഈ കട്ടൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ ഒരാഴ്ച മുക്കിയിടുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഒരാഴ്ച മുക്കിയിട്ടിട്ടാണ് ഇതിൻ്റെ സ്ട്രോങ് വന്നത്. അങ്ങനെ അങ്ങനെ പുറത്തേക്ക് തന്നെ ഒപ്പ്. ഇത് കണ്ടില്ലേ, ഇത് 10 കട്ടകളുണ്ട് ഓൾറെഡി. അത് നമ്മുടെ പകുതി കട്ട കാൽഭാഗം കട്ടയൊക്കെ ഉണ്ടാക്കിയതൊക്കെയാണ് തന്നെ. ആ കട്ട ഒന്ന് കാണിച്ചിട്ട് കണ്ടില്ലേ, ഓരോ സൈസിനനുസരിച്ച് ഉണ്ടാക്കിയാണ് നമുക്ക് പടം ചെയ്യാൻ. കാരണം ഇത് കട്ടേനാട്ടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പടം ചെയ്യാൻ പോകണം. അതിൻ്റെ ഉപ്പായം കൂട്ടാൻ പോകണേ. 7 ചട്ടി കൂടിടാം. 10 ചട്ടി സിമെൻറ്റ് ഇട്ടാൽ മതി. 7 ചട്ടി, ഇനി 1 ചട്ടി സിമെൻറ്റ് ഇട്ടാൽ മതി. ഇതാണ്ടായി പടവിൻ്റെ മരത്തിൻ്റെ ഫസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലാണ് ഉറച്ചിക്കുക. ഇത് ഈ മണ്ണൊക്കെ നമുക്ക് ചെറുങ്ങനെ പോക്കുക. നന്നായി ഇങ്ങനെ പോക്കിയിട്ട് സിമെൻറ്റ് പൊടി ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നാലാണ് നമ്മൾ പടയുമ്പോൾ കട്ട പിടിക്കുക. കട്ട എന്നല്ല, നമ്മൾ ചെങ്കൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെതറി കൊടുക്കണം സിമെൻറ്റ്. എന്നിട്ട് നമ്മൾ കണ്ണിമൂലയിലാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത് കടവ്. കണ്ണിമൂലയിൽ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് അടിപൊളി വൃത്തിയിൽ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമ്മളെ വീട് നന്നാവണം വിചാരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മനസ്സ് തുരുക്കിയിട്ട് വെച്ചെടുത്ത കപ്പ നമ്മൾ തൂക്കൊക്കെ നോക്കിയിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മളതാ മൂലൊക്കെ തൂക്കണ്ട വെച്ച് റെഡിയാക്കി. ഇനി സൈഡ് നോക്കാം, നമുക്ക് മൂല വെച്ച് നോക്കാം. അവിടെ പക്കയാണ്, ഞാൻ അവിടെ നോക്കിയത്. ഈ സൈഡ് കുറച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലതാ. ഓക്കെ, നമ്മുടെ സൈഡ് കടികൾ റെഡി ആക്കിയിട്ട് ഉണ്ട്. ഈ പടം ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ 2 മൂല റെഡിയാക്കി. നമ്മുടെ പടം അതേപോലെ കണ്ടില്ലേ, 2 നൂലാണ് നമ്മൾ അടിയിലേക്ക് വെക്കേണ്ടത്. കണ്ടില്ലേ, അതേപോലെ 2 നൂല് വെക്കണം എപ്പോഴും അടിയിലേക്ക് പടം ചെയ്യുമ്പോൾ. എന്നിട്ട് അങ്ങനെ വെക്കുക. കട്ട അങ്ങനെ റെഡിയാക്കി വെക്കാം. ഈ നൂല് ഇതാ ചെയ്തിട്ട് ചെറിയ വേപ്പിടാം. ചെറിയ റെഡി വെച്ച് പോയാൽ മതി. ഇത്രേ ഉള്ളൂ പടവിൻ്റെ പണി. ഇനി പടവിലൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഈ 1 ഇഞ്ച് ഓഫ്സെറ്റ് വെച്ച് വെക്കണം. ഇത് നമ്മൾ വലിയ വീടുമ്പോൾ 10 ഇഞ്ചാണ് ഈ കട്ട എല്ലാം നമ്മളിപ്പോൾ തറ ഉണ്ടാവുക. അപ്പോൾ തറ
പ്രിന്റ് പഠിക്കുകയാണെങ്കിൽ ബെൽറ്റ് അടിക്കലും ഈ 10 ഇഞ്ചാണ് ഉണ്ടാവുക. ഇത് ഉള്ളിൽ 8 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 10 ഇഞ്ച് അടിക്കാൻ കാരണം എന്താ പറയുക, ഈ 1 ഇഞ്ചില്ലേ അവിടെ കാണിച്ചു തരാം. ഇതിങ്ങനെ വലിച്ചു വെക്കണം, എന്നാലാണ് ഈ ഇത് കറയായിട്ട് ഇപ്പോൾ തോന്നുക, അല്ലെങ്കിൽ ഒരേപോലെ ഉണ്ടാവും. അങ്ങനെ നമ്മളൊന്ന് പടവ് ചെയ്തത് ഒരു വരിയാണ് കേട്ടോ. ഈ സൈഡ് മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് ഉള്ളതുകൊണ്ട് മൂലൊക്കെ തിരിച്ച് റൂമിൻ്റെ ഇതൊക്കെ റൂമൊക്കെ അങ്ങനെ തിരിച്ച് നമ്മൾ ഹാളൊക്കെ തിരിച്ച് ഇനി ബാക്കി നാളെ നമ്മൾ പടവ് ചെയ്യും. ഇപ്പം നമ്മൾ തന്ന ഒരു പടവാണ് ചെയ്തത് അടിപൊളിയായിട്ട്. റൂമൊക്കെ അതാ തിരിച്ച് ബാത്റൂം അങ്ങനെ എല്ലാ ഡോറിന് ഗ്യാപ്പൊക്കെ ഇട്ട് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. ഇനി ബാക്കി നാളെ പടവ് ചെയ്യാം. ഇപ്പം നമ്മളിന്ന് രണ്ടാമത്തെ വരി പടവ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ചെറിയ തൂക്കൊണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. മറി ഇത് കാണിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മളെ പണി. അങ്ങനെ ഓൾറൗണ്ട് മൂന്നാമത്തെ വരിയാണെന്ന് ഞാൻ പടവ് ചെയ്തത്. കണ്ടില്ല, ഓൾറൗണ്ട് മുഴുവനായി. അങ്ങനെ 3 വരി. ഇനി വയ്യ പടവ് ഇങ്ങനെ ഇരുട്ടായി. പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വന്നിട്ട് പടവ് ചെയ്താണ്. ഇനി വയ്യ ഊരൊക്കെ വാങ്ങിക്കണേ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ നോക്കാം. ഐസ് അങ്ങനെ നമ്മളിതാ പടവ് മുഴുവനായിട്ട് കഴിഞ്ഞ് പടവ് നമ്മളെ വീടിന് അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ടോ. പിന്നെ നമ്മളെ കിച്ചൺ റാക്കും അടിച്ച് ചെറുങ്ങനെ. ഈ ബാക്കി പണി നമുക്ക് പിന്നെ എടുത്തെടുക്കാം. വയസ്സ് അങ്ങനെ നമ്മൾ ഫില്ലർ വാർത്ത് അതിൻ്റെ തൂക്കം ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ അടിപൊളിയായിട്ട് നിർത്തി നമ്മൾ. അപ്പോൾ ഒന്ന് നമ്മൾ വൈകുന്നേരം വന്നിട്ട് ആ ഫില്ലറിൻ്റെ പല ഒക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഉണ്ടല്ലേ മറി നോക്കിയേ, ഇവിടുന്ന് ഒരു കണ്ടില്ലേ, അതാണ് നമ്മളെ പണി. ഒരു വലിയ വീട് അങ്ങനെ എടുക്കുക, അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി പണിയിലേക്ക് നമുക്ക് നീങ്ങാം. ചെങ്ങായിമാർ, അപ്പം നമ്മൾ സൺസൈഡ് അടിക്കുകയാണ്. കണ്ടില്ലാണ് അടിക്കണത്. ഫുൾ സൺസൈഡ് ഇല്ല, നമ്മൾ ഒക്കെ കഷ്ണ സൺസൈഡ് കൊടുക്കണുള്ളൂ ജനലിന് മാത്രം. പിന്നെ നമ്മൾ ബാക്കിലും അതുപോലെ ഫ്രണ്ടിനും ഇത് ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട്. ബാക്കി സൈഡൊക്കെയാണ് നമ്മൾ സൺസൈഡ് കഷ്ണമായിട്ട് അടിക്കുന്നത്. അപ്പം നമ്മൾ ഇതാ സൺസൈഡിൻ്റെ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് ഓൾറൗണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പാണ് അടിക്കാനുള്ളത്. സ്റ്റെപ്പ് എങ്ങനെ അടിക്കണത് അപ്പോൾ അടിച്ച് പണി കാണിച്ചു തരാൻ പറ്റാന്ന് വെച്ചാൽ ഞാൻ എന്താ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്ന ടൈമിലാണ് പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് എടുക്കുക. അപ്പോൾ ക്യാമറമാനൊന്നും ഇല്ല നമ്മളെപ്പോഴും, അതാണ് കേട്ടോ. ഇതപ്പോൾ ബാക്കി പണിയൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ സ്റ്റെപ്പ് മാർക്ക് ചെയ്യാണ്. അതിൻ്റെ പണിയിലാണ് കേട്ടോ. സ്റ്റെയർ അതെങ്ങനെ വരുന്നത്, ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ അതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടതാ ഇവിടെ ഒരു ലാൻഡിങ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രെയിം കടിച്ച് കാണിച്ചു തരാം. നമ്മളിത് സ്റ്റെയർ ചെയിനാണ് അടിക്കുന്നത്. അതൊക്കെ റെഡി. ഓക്കെ, ഇതൊക്കെ സെറ്റാക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മളിത് സ്റ്റെയർ അടിച്ചിട്ടുണ്ട്. കാരണം ക്യാമറ എടുക്കാൻ ഇപ്പോഴാണ് വന്നത്, അതുകൊണ്ട് പിന്നെ കൈനോടെടുത്ത് സ്പീഡായിട്ട് എടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ അടിക്കാനുണ്ട്. നമ്മളിത് കമ്പി പണി എടുക്കുകയാണ്. ഈ കമ്പി കണ്ടില്ല, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് കമ്പിയൊക്കെ വെട്ടാനൊക്കെ. വലിയൊരു പണി എടുക്കാനാണ്. അതിനെക്കാട്ടിയും അത്ര പാടില്ലെങ്കിലോ എന്നാലും ഏകദേശം അതിൻ്റെ അത്ര തന്നെ ഇതുണ്ട് പണി. അതൊക്കെ ഉണ്ടല്ലേ, ഞാൻ അതുപോലെ ഈ കമ്പിയാണ് ഇതൊക്കെ അടിച്ച് നിർത്തിയതാണല്ലേ. നമ്മൾ ഇതാ സൺസൈഡിൻ്റെ റിങ് ഓടിക്കാൻ തുടങ്ങി. ഒരു ദിവസം സൺസൈഡിൻ്റെ മുഴുവനായിട്ട് പരിപാടി കഴിക്കാനുള്ള ഇത് പണി നോക്കാം നമുക്ക്. അതൊക്കെ റിങ് കിട്ടോ. അവിടെ കിട്ടിയതുണ്ട് ഓൾറെഡി കുറച്ച് ടിമ്പിളിൻ്റെ ഉണ്ടല്ലോ കിട്ടിയത്.
ഇതാ ഈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തത്. സ്റ്റെപ്പാണ് അടിപൊളിയായിട്ടുള്ളത്. കറക്റ്റ് നമ്മൾ അളവിന് വരച്ചിട്ടൊക്കെ കിട്ടിയത് ഇല്ലേ. ഈ സ്റ്റെപ്പ് നമുക്ക് ഇതാ ഇതിൻ്റെ റിങ്ങൊക്കെ ഒടിക്കാണ്ട്. അതിൻ്റെ റിങ് എന്തായാലും ഞാൻ ഒടിക്കും. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും ഒടിക്കുമ്പോൾ വെറുതെ വാങ്ങാൻ്റെ ഒന്നുമില്ല. കറക്റ്റ് ഇതേപോലത്തെ റിങ് ഒടിച്ചിട്ട് അടിപൊളി സെറ്റപ്പിൽ വരും. ഇതിനെനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടു. നമ്മൾ ചെയിൻ അടിച്ചില്ല, അതാണ് അടിപൊളി എൻ്റെ ഇതിൽ തോന്നുന്നത്. എല്ലാവരും അഭിപ്രായം ചെറിയ കമൻറ്റ് ചെയ്യും. മിനിമമിൻ്റെ സ്റ്റെപ്പ് തൊട്ടോ വലിയ വീടിൻ്റെ അത്ര എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ഓടിക്കാൻ പറ്റില്ലെങ്കിലും മിനിമമിൻ്റെ ഏകദേശം ഇതേപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ കോൺടാക്ട് ചെയ്യാം. നമ്മളത് അങ്ങനെ മുഴുവനായിട്ട് കമ്പി പണി കഴിഞ്ഞ് സ്റ്റെപ്പിൻ്റെ പണി കമ്പി പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ കമ്പി അടിപൊളിയായിട്ട് നമ്മളിതാ ചെറിയ സൺസൈഡ് വരെ അടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കോൺക്രീറ്റ് ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്, ആരും ഇല്ല. ആണ് ഇടയ്ക്ക് കാണിച്ചിരുന്നത്. ഫസ്റ്റ് ഞാൻ സ്റ്റെപ്പും കൂടി ചെയ്ത് പാടുള്ളതാണ് സ്റ്റെപ്പ്. അതുകൊണ്ട് ഇതാ കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പോയിട്ടുണ്ട് അല്ലേ. ഫ്രണ്ടൊക്കെ നമ്മളിതാ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയൊക്കെ ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയും കാണിച്ചു തരാം. പണിയെടുക്കണത് കാണിക്കാൻ കഴിയണില്ല, കാരണം ആരും ഇല്ല കൂടെ വീഡിയോ എടുക്കാനൊന്നേ. അപ്പം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഒരു കൈ കൊണ്ട് ക്യാമറ എടുക്കുകയും ചെയ്യണം, ഒരു കൈ കൊണ്ട് നമ്മൾ പണിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളത് കോൺക്രീറ്റ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടോ. ചരിവുണ്ടല്ലോ അടിപൊളിയായിട്ട്. ബാക്കി നമ്മൾ പ്ലെയിനാണ് കൊടുത്തത്. സ്റ്റെപ്പിൻ്റെ വർക്ക് ഉണ്ടല്ലേ. ഓൾറൗണ്ട് ഇങ്ങനെ കഴിഞ്ഞു അടിപൊളിയായിട്ട്. ഇപ്പോൾ നമുക്ക് നാളെ പൊളിക്കണം. കറങ്ങിൻ്റെ സൈഡൊക്കെയാണ് നമുക്ക് നാളെ പൊളിക്കാൻ. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് ഇതാ സൈഡൊക്കെ പൊളിക്കാൻ പോവാണ്. സംഭവം അടിപൊളി ടോണിങ് സെറ്റായി പോയിട്ടുണ്ട്. ഇത് പൊളിച്ചെങ്കിൽ കാണിച്ചു തരാം. സംഭവം അടിപൊളി ടോണിക്കുണ്ട്. വര പൊളിച്ചപ്പോൾ അയ്യോ കഷ്ടകഥ പോയിപ്പോയി. നമ്മളങ്ങനെ ഓൾറൗണ്ട് പോയിട്ട് പലയൊക്കെ പൊളിച്ച് കഴിഞ്ഞത് അടിപൊളിയായിട്ട് സംഭവം കണ്ടില്ല. സൈഡൊക്കെ അടിപൊളിയായിട്ട് ഈ സൈഡ് കാണിച്ചു തരാം. ഫ്രണ്ടൊക്കെ സ്റ്റെപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടാണ് നമുക്ക് ഇനി പടം തുടങ്ങാൻ. അങ്ങനെ നമ്മൾ നനച്ചു കൊടുക്കുകയാണ്. ഞാൻ രാവിലെ വൈകുന്നേരം നനയ്ക്കരുത്, ദൂരമായിട്ടാണ് പണി. അപ്പോൾ 2 നേരം നമുക്ക് നനയ്ക്കണുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിലമൊന്നിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇതൊക്കെ മണ്ണ് വൃത്തിയാക്കുകയാണ്. ഇത് കാണിച്ചെടുത്താൽ ഇതുണ്ടല്ലോ ബെൽറ്റ്. ഇത് നമ്മളൊരു 1 ഇഞ്ച് താത്തി കൊടുക്കണം. അപ്പോഴാണ് കോൺക്രീറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിയിൽ ഇതായിട്ട് വരും ടോപ്പ്. അപ്പം അതിൻ്റെ പണിയിലാണ്. ഇപ്പം നമ്മുടെ കോൺക്രീറ്റിനുള്ള കുമ്മായം കൂട്ടാണ് ഫസ്റ്റ്. കുമ്മായം അങ്ങോട്ട് അടിയോടെ മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ സെറ്റപ്പ് ആക്കിയാണ്. മെറ്റലൊക്കെ ഇട്ടാക്കി ആവശ്യത്തിന് പാകത്തിന് നമ്മുടെ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ച് കുഴയ്ക്കുകയാണ്. നമുക്ക് നേരം കോൺക്രീറ്റ് അവിടെ വേഗം ചെയ്താളാം. ഇടുണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കൊടുത്തു കൊടുക്കുകയാണ് മണ്ണിന് പിടുത്താക്കാൻ വേണ്ടിയിട്ട്. സ്പീഡാക്കാം. അങ്ങനെയാണ് കോൺക്രീറ്റ് വേഗം സെറ്റാവുക. അതിനൊരു പിടുത്തുണ്ടാവില്ല. എന്താ പണി. അങ്ങനെ ഉള്ളത് ഫസ്റ്റത്തെ റൂം ഏകദേശം കഴിയാനായി. അലമല ചട്ടും കയ്യും പോകണില്ല എൻ്റെ ഉള്ളിൽ. റിസ്ക്കാണ് പണി. ഓക്കെ, ഫസ്റ്റത്തെ റൂം അങ്ങനെ സെറ്റപ്പ് ആയി. നമ്മൾ സഹായിക്കാൻ മോണ്ട വന്നിട്ടുണ്ട്. നമ്മുടെ ഹെൽപ്പർ മോണ്ട ഞാൻ പാടിക്കേ.
കുമ്മാട അല്ല കോങ്ങത്തോടെ കൊണ്ടാ ഓടി അടുത്തെടുക്ക് വേണ്ടേ. അങ്ങനെ നിലം കോൺക്രീറ്റ് മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും വാട്ടർ ലെവൽ ഒരേപോലെ തന്നെയായി. പിന്നെ ബാത്റൂം ചെയ്തിട്ടുണ്ട്. കാരണം ബാത്റൂം പോകണ ചെറിയ പൈപ്പൊന്നും ഇല്ല, കുറച്ച് അതാ താത്തിയിട്ടാണ് ചെയ്തത്. കാരണം ബാത്റൂം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടിപൊളിയായിട്ട് മുഴുവനായിട്ട് നമ്മൾ അടിപൊളി സെറ്റപ്പിൽ ചെയ്തിട്ടോ. ഇതാ കണ്ടില്ലെന്ന് കാണിച്ചാൽ ക്യാമറ ഒക്കെ പോകുന്നറില്ല, ഒന്ന് നോക്കട്ടെ. സ്റ്റാർ കിട്ടിയത് അടി ഇതേപോലെ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഓടോണ്ട് കൺസിഡറിൻ്റെ എന്നൊക്കെ പൊടിച്ച് അടിപൊളിയായിട്ട് ഒരു സൈഡ് നമ്മൾ തീർത്തിക്കണേ. സൺസെറ്റിൻ്റെ മുകളിൽ കണ്ടില്ലേ 3 പടവ് കറക്റ്റ്. നമ്മളിതാ പല്ലൊക്കെ ഇട്ടിക്കണേ കണ്ടില്ല. അടിപൊളിയായിട്ട് പടവ് അങ്ങോട്ട് തുടങ്ങി. ഈ ഭാഗം 3-ാം തീയതി നമ്മൾ പടവ് കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടോണിയേ ഇങ്ങനെ ഗ്യാപ്പ് ഇടണം കുമ്മയിറക്കാൻ. അടിപൊളിയായിട്ട് എൻ്റെ സൈഡ് അടിക്കണം. ക്യാമറ നമ്മളിതിപ്പോൾ രാത്രിയാണ് പണിയെടുക്കണത് കണ്ടില്ല. 2 ലൈറ്റൊക്കെ ഇട്ടിട്ട് പടവ് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ സമയം 8 മണി. പണി നമ്മൾ സ്പീഡാക്കി വേണം തീർക്കാൻ. ഇന്നലെ 10:30-ക്കാണ് നമ്മൾ പടത് മുഴുവനായിട്ട് കഴിഞ്ഞത്. ഇല്ല ഓടോണ്ട് മുഴുവനായിട്ട് നമ്മൾ ഇന്നലെ തമർത്തി ചെയ്ത്. കുറച്ച് നേരം വൈകുന്നുള്ളൂ. ഉണ്ടല്ലേ ഇത് മാത്രം നമ്മൾ ബാത്റൂം കുറച്ച് താത്തി പടവ് ചെയ്തത്. ഒരു വരിയും കൂടി പടവ് ഉണ്ട്. അത് ചെയ്യാത്ത കാരണം വെച്ചാൽ നമുക്കിതാ ഈ റൂം, ഈ ഒരു ഹാള്, സിറ്റ് ഔട്ട്, ബാത്റൂം നേരെ മുകളിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ബാത്റൂമിൽ കൊട്ടത്തറ അടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പടമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്നതില്ലേ ഭാഗം, അതൊക്കെ നമുക്ക് ഇനി മുകളിൽ ഓപ്പൺ ടെറസാണ് വരിക. അതാണ് ഈ ബാത്റൂമൊന്നും ബാക്കിലത്തെ ബാത്റൂം. ഈ ബാത്റൂമിൽ കൈ കാണിക്കണ ആ ബാത്റൂം ഇങ്ങനെ മുട്ടിച്ച് പടവ് ചെയ്തത്. ഹായ് ചങ്ങന്മാരെ, അപ്പോൾ മിനി ഹോമിൻ്റെ വർക്ക് ഇതുവരെ ആയിട്ടുണ്ട്. പാർട്ട് 1 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 വൈകാണ്ട് വരും. കാരണം പാർട്ട് 1 ഇടാൻ കാരണം വെച്ചാൽ ഒരുപാട് സമയമായിട്ടുണ്ട്, 25 മിനിറ്റ് മോൾട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും പാർട്ട് 2 കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക.